പന്നിയങ്കര ടോൾ പ്ലാസയിൽ നിന്ന് വിഷ്ണു പ്രകാശ് കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, നമ്മൾ രണ്ടിടങ്ങളിലെ കാഴ്ചകൾ കണ്ടു, ആളുകളുടെ പ്രതിഷേധം, ആളുകളുടെ ബുദ്ധിമുട്ട്. പന്നിയങ്കരയിൽ എന്താണ് അവസ്ഥ? പന്നിയങ്കര ടോൾ പ്ലാസയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ ഈ കാണുന്ന പോലെ വലിയ ബ്ലോക്ക് കാര്യങ്ങളായിട്ടില്ല, ടോൾ നൽകുന്നതിനുള്ള വലിയ ബ്ലോക്കില്ല. പക്ഷേ എന്നാൽ ഈ ഹൈവേയിലും പാലക്കാടിൽ നിന്ന് തൃശ്ശൂർക്ക് പോകുന്ന വഴിയിൽ ഈ പന്നിയങ്കരയ്ക്ക് മുൻപും അതുപോലെ ലുലു മോളിൻ്റെ പ്രദേശത്തും അതുപോലെ തന്നെ വാണിയംകുളങ്ങര എന്ന പ്രദേശത്തുമാണ് പ്രധാനമായിട്ടും ഈ മേൽപ്പാല നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ അതിനെ ചൊല്ലി ഈ ആളുകൾക്ക് നിരന്തരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ഗതാഗത കുരുക്കും അതുപോലെ ഈ സർവീസ് റോഡും കാര്യങ്ങളൊന്നും പൂർണ്ണമായും നല്ല രീതിയിൽ ചെയ്യാത്തതും എല്ലാം ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇപ്പോൾ ഇതിലെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഈ ടോൾ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ചേട്ടാ, നമുക്ക് സ്ഥിരമായിട്ട് ഈ റോഡിൽ യാത്ര ചെയ്യുന്ന ആളാണല്ലോ. അതെ, സ്ഥിരമായിട്ട് പോകാറുള്ള യാത്രക്കാരനാണ്. എന്താ ഇവിടുത്തെ അവസ്ഥ എങ്ങനെ? ഈ റൂട്ട് പന്നിയങ്കര ടോൾ പ്ലാസ ഇന്നൊരു കോൺട്രവേഴ്ഷ്യൽ സ്പോട്ടായി മാറിയിരിക്കുകയാണ്. ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൂറ്റാണ്ടുകളായി പ്രവർത്തനം തുടങ്ങിയിട്ട് ഇപ്പോഴും പണി തീരാതെ പല ഭാഗത്തും സർവീസ് റോഡുകളും അണ്ടർപാസുകളും ഒന്നും പണി തീരാത്തത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് ഇപ്പോഴും ഇവിടുത്തെ വടക്കഞ്ചേരിയിലെ വ്യാപാരികൾ തൃശ്ശൂർക്ക് പോയി സാധനം വാങ്ങി തിരിച്ചു വരാൻ കഴിയാതെ, അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നും വടക്കഞ്ചേരിയിലേക്ക് വന്ന് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് തിരിച്ചു പോകാൻ കഴിയാത്തൊരവസ്ഥകൾ, അങ്ങനെ വളരെയധികം വ്യാപാര മേഖല അത്യന്തം രൂക്ഷമായ പ്രതിസന്ധി ഈ ഒരു ടോൾ കൊണ്ട് നേരിടുകയാണ്. പാലക്കാടുള്ള ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് തൃശ്ശൂർ പോലത്തെ ഒരു ജില്ലയാണല്ലോ. ഇപ്പോൾ ആശുപത്രി സേവനങ്ങൾക്കൊക്കെ ആണെങ്കിലും അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ അവർക്കും വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ആശുപത്രി മാത്രമല്ല, ആശുപത്രിയിൽ പോകുന്ന രോഗികൾ, നിത്യേന ഡയാലിസിസിന് പോകുന്ന രോഗികൾ, ഒരുപാട് ആളുകൾ ഇതുപോലെ പ്രയാസപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, വിദ്യാർത്ഥികൾ പല കോളേജുകളിലേക്കും സ്കൂളിലേക്കും ആയിട്ട് അധ്യയനത്തിന് വേണ്ടി പോകുന്ന കുറേ ആളുകൾ ഇതുമൂലം വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ഇതുമായിട്ട് പറയാനുള്ളത്. ഈ പന്നിയങ്കര ടോൾ പ്ലാസ കഴിയാവുന്നിടത്തോളം വേഗം പണി പൂർത്തീകരിച്ച് അണ്ടർപാസും അതുപോലെ തന്നെ സർവീസ് റോഡിലും പണി പൂർത്തീകരിച്ച് യാത്ര സുഗമമാക്കുക. അതല്ലെങ്കിൽ അതുവരെ ടോൾ പ്ലാസയിലുള്ള ഫീ പകുതിയാക്കി കുറയ്ക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം. സർവീസ് റോഡും കാര്യങ്ങളൊന്നും റെഡിയാക്കിയിട്ടില്ല. ഇവിടേക്ക് മഴയൊക്കെ പെയ്തിന്, ഇപ്പോൾ മഴക്കാലമൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ പണികൾ നടക്കുമ്പോഴും അതും കൂടുതൽ ദുരിതത്തിലോട്ടല്ലേ പോകുന്നത്? വരാൻ പോകുന്ന മഴക്കാലം, പ്രത്യേകിച്ച് വെതർ ഫോർകാസ്റ്റ് പറഞ്ഞിരിക്കണേ ഇപ്രാവശ്യം 27th തന്നെ മൺസൂൺ നമ്മുടെ കേരളത്തിൽ എത്തും. ശരി, അത് വരുന്നോട് പന്നിയങ്കരയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വിഷ്ണു പ്രകാശ് നൽകുന്ന ആളുകളുടെ